ഹായ്, ആഷിഖ് കപൂറിന്റെ ഡയറക്ഷനിൽ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു റൈഫിൾ ക്ലബ്ബ് എന്നുള്ളത്. ചിത്രത്തിനുള്ളിൽ പ്രധാന കഥാപാത്രങ്ങളെ ദിലീഷ് പോത്തൻ, അതുപോലെ തന്നെ വിജയരാഘവൻ, ദർശന രാജേന്ദ്രൻ, വാണി വിശ്വനാഥ് അങ്ങനെ തുടങ്ങിയ ഒരു വലിയൊരു താരനിരയൊക്കെ ഉണ്ടായിരുന്ന ഒരു ചിത്രം എന്നുകൂടി ഈ ഒരു സിനിമയെ പറയാൻ സാധിക്കും. ചിത്രത്തിന്റെ ഒരു കഥ എന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. കാരണം സിനിമയുടെ കഥ വലിയ ഡെപ്തുള്ള ഒന്നൊന്നും അല്ല. ഓക്കെ, നിങ്ങൾക്ക് സിനിമ കണ്ടു തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്കിലും ഒരു വൺ ലൈൻ പ്രമേയം പറയാം, അല്ലെങ്കിൽ ഏകദേശം ഒരു ആശയം പറയാം. ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ സിനിമയുടെ കഥാപരിസരം എന്നുള്ളത് ഒരു ക്ലബ്ബാണ്, റൈഫിൾ ക്ലബ്ബ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അവിടെയുള്ള മെമ്പേഴ്സൊക്കെ കൂടി ചേർന്ന് ചെയ്യുന്ന പരിപാടി എന്നുള്ളത് അവരുടെ ഷൂട്ടിങ്ങും പരിപാടികളും, അല്ലെങ്കിൽ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ടിംഗ് അല്ല, ഗൺ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതും കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ ഇവർ വേട്ടയും കാര്യങ്ങളൊക്കെ നടത്തും. ഒരു കാടിൻ്റെ പരിസരത്താണ് ഈ ഒരു ഈ ക്ലബ്ബ് ഉള്ളത്. സോ അവിടെ നിന്ന് വേട്ടയാടുക, വേട്ടയാടി ഭക്ഷിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഏകദേശം ഇവരുടെ പരിപാടി എന്നുള്ളത്. എന്തായാലും ഒരു ദിവസം ഈ ക്ലബിനുള്ളിൽ വെച്ച് കുറച്ച് ചോരക്കളികൾ നടക്കുകയാണ്. അത് എന്തിനു വേണ്ടി എന്നൊക്കെ ഉള്ളത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ഒന്നാമതായിട്ട് പറയേണ്ടത്, ഒരു മലയാള സിനിമയെന്ന് ഉള്ള രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ കഥാപരിസരം എന്നുള്ളത് അങ്ങനെ വലിയ സുപരിചിതമായിട്ടുള്ള ഒന്നായിരുന്നില്ല. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള നല്ല നിലാവുള്ള രാത്രി എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, ആ ഒരു സിനിമയുടെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ ഒരു ചിത്രവും പിടിച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. അതായത് ഒരു ബംഗ്ലാവ്, ആ ഒരു ബംഗ്ലാവിനുള്ളിൽ ത്രൂ ഔട്ടായിട്ട് നടക്കുന്ന ആക്ഷൻ പരിസരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയും സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഈ ഒരു ചിത്രം നിങ്ങളിലേക്ക് സമ്മാനിക്കുക. ആ ഒരു അറ്റ്മോസ്ഫിയർ ബേസിലാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ പ്രകടനങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു സിനിമയാണ്. ഇതിൻ്റെ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അതായത് മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളെ തന്നെയാണ് ഇതിനുള്ളിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നത്. കുറേ താരങ്ങളുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് നമ്മളുടെ വിജയരാഘവനാകട്ടെ, ദിലീഷ് പോത്തനാകട്ടെ, അതുപോലെ തന്നെ വാണി വിശ്വനാഥ് ആകട്ടെ, അനുരാഗ് കശ്യപ് ആകട്ടെ, ദർശന രാജേന്ദ്രനാകട്ടെ, അങ്ങനെ കുറേ താരങ്ങളൊക്കെ ഉണ്ട്. ഇതിലും എടുത്തു പറയേണ്ടത് ദിലീഷ് പോത്തനൊക്കെ ഗംഭീരമായിട്ടാണ് ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. വിജയരാഘവനാകട്ടെ അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രമായിട്ട് അനുരാഗ് കശ്യപ്പാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഏറ്റെടുത്തിരുന്ന റോള് നീറ്റായിട്ട് തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ കിട്ടിലിനായിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ടെക്നിക്കലിയും അത്യാവശ്യം ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ നൽകുന്നത്. കാരണം ഒരു ത്രൂ ഔട്ട് ഒരു ആക്ഷൻ പരിസരമാണ് സിനിമയ്ക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. കുറച്ച് അഡ്വഞ്ചർ പരമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതൊക്കെ വിഷ്വലി സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നീറ്റായിട്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി സിനിമാറ്റോഗ്രഫി കാഴ്ച ആഷിഖ് കപൂർ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നീറ്റായിട്ടുള്ള വർക്കാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റെക്സ് വിജയനാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലൊക്കെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും സിനിമ ഒരു ഡിഫറൻറ്റ് ആംബിയൻസിലുള്ള ഒരു ആക്ഷൻ ത്രില്ലർ തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമയുടെ ആ ഒരു ക്രൂ മെമ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ആഷിഖ് കപൂർ ഡയറക്ടർ സ്ഥാനത്തുണ്ട്, അതുപോലെ ശ്യാം പുഷ്കരൻ ഉൾപ്പെടുന്ന ആളുകളാണ് റൈറ്റർ സ്ഥാനത്തുള്ളത്. പിന്നെ റെക്സ് വിജയനാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാനത്തുള്ളത്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കും. ഞാൻ അങ്ങനെ തന്നെയാണ് കയറിയത്. കാരണം ഇത്രയും ഒരു വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രൂ മെമ്പേഴ്സ് ചേരുമ്പോൾ അതിനുള്ളിൽ മാരകമായിട്ട് എന്തെങ്കിലും സംഭവമൊക്കെ കാണുമല്ലോ. ഒന്നാമതായിട്ട് പറയേണ്ടത് റൈറ്റിംഗ് വേസിൽ അല്ലെങ്കിൽ കഥാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സിനിമയ്ക്കുള്ളിൽ വലിയ സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് സിനിമ തുടങ്ങി ഒരു 15 അല്ല 20 മിനിറ്റ് കൂട്ടിക്കോ, ആ സമയം കൊണ്ട് സിനിമ ത്രൂ ഔട്ട് എന്താണെന്ന് മനസ്സിലാവും. അത് നമ്മളിലേക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് തുടക്കത്തിലെ കാഴ്ചകളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ സ്റ്റോറി വേസിൽ വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, സിനിമ ഓക്കെ ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചെറിയ കഥയാണെങ്കിലും പിന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് എക്സിക്യൂഷനിലെ കൂടെ ഒക്കെ തന്നെ ഒരുപാട് വാവ് മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഡയറക്ടർക്ക് സാധിക്കും. ഇവിടെ ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സ്കോപ്പ് ഒക്കെ എനിക്ക് തോന്നി. പല സിറ്റുവേഷൻ ആണെങ്കിലും അത്യാവശ്യം ഗൂസ് ബംസ് ഒക്കെ സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട വിധത്തിൽ ഡയറക്ടർ വിനിയോഗിച്ചു എന്നും പറയാൻ സാധിക്കില്ല. അതും ഞാൻ ഈ പറഞ്ഞു, ആഷിഖ് കപൂർ ആണ് ഡയറക്ടർ സ്ഥാനത്ത്. ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹമൊക്കെ വിജയിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുന്ന കുറേയും കിഡിലൻ മൊമെന്റ്സ്, അത് നമുക്കിങ്ങനെ കൈയൊക്കെ അടിച്ച് ഒക്കെ ഇരുന്ന് കാണാൻ സാധിക്കുന്ന ഗൂസ് ബംസ് ഒക്കെ അടിക്കുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ മൊമെന്റ്സ് ഒക്കെ അദ്ദേഹം മിസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും വലിയ കഥയൊന്നും അല്ല, പിന്നെ ഒരു ആക്ഷൻ പരിസരം മതി, പിന്നെ മലയാള സിനിമ എന്നുള്ള രീതിയിൽ ഒരു ഡിഫറൻറ്റ് അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സംഭവം എന്നുള്ളൊരു അഭിപ്രായമില്ല, എന്നാൽ തീർത്തും അങ്ങോട്ട് മോശമാണെന്നും പറയാൻ സാധിക്കില്ല. 2 മണിക്കൂർ അടുത്താണ് സിനിമയുടെ ദൈർഘ്യം എന്നുള്ളത്. വലിയ മുഷിപ്പില്ലാതെ കണ്ടു തീർക്കാം. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് വയലൻസ് ഒക്കെ നിറഞ്ഞ ഒരു സിനിമയാണ്. അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ ഇച്ചിരി ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10-6 മിനിറ്റ്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെച്ചേക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം.